ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മ്യൂച്വൽ ഫണ്ട് എസ്.ഐ.പികളുടെ ഡാറ്റയും എയർടെലുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും കൂടാതെ ചില പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളും ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ. നിഫ്റ്റി ഇന്ന് 42 പോയിന്റ് താഴ്ന്ന് 25,019 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 200 പോയിന്റോളം താഴ്ന്ന് 82,330 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 25,000 ലെവലിന് മുകളിൽ തന്നെ ക്ലോസ് ചെയ്യാൻ ഇന്ന് പറ്റിയിട്ടുണ്ട്. എന്തായാലും മിഡ് ക്യാപ്പ് സെക്ടർ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പ് 0.7%, സ്മോൾ ക്യാപ്പ് ഏകദേശം 1.53% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇനി സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഡിഫൻസ് സെക്ടർ തുടർച്ചയായിട്ട് 6ാമത്തെ ദിവസവും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. പ്രധാനപ്പെട്ട ഡിഫൻസ് സെക്ടർ സ്റ്റോക്കുകളായിട്ട് മസഗോൺ ഡോക്ക്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, BEL തുടങ്ങിയ സ്റ്റോക്കുകളെല്ലാം നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡിഫൻസ് സെക്ടർ പുതിയ 52 വീക്കായി മെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഫോറിൻ ഫണ്ട് ഫ്ലോ ഇപ്പോഴും നല്ല രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തുടരുന്നുണ്ട്. ഇനി അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1969 സ്റ്റോക്കുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ 911 സ്റ്റോക്കുകൾ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് നാളെ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാളെ 17-ാം തീയതി ശനിയാഴ്ച റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഡിവിസ് ലാബ്, ഹാപ്പി ഫോർജിങ്സ്, അരവിന്ദ് ഫാഷൻ, യുഫ്ലെക്സ് തുടങ്ങിയ കമ്പനികളാണ്. ഇനി നമുക്ക് മറ്റു അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മറന്നുപോയ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിച്ച ശേഷം മുമ്പോട്ട് പോകാം. നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങളത് സഹായിക്കും. അതുകൂടാതെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇന്നലെ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഖത്തറിൽ വെച്ച് അദ്ദേഹം ഏകദേശം 1.2 ട്രില്യൺ എക്കണോമിക് അഗ്രിമെൻറ്റ്സ് ഖത്തറുമായിട്ട് സൈൻ ചെയ്തതായിട്ട് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഏവിയേഷൻ, എനർജി, ഡിഫൻസ്, ക്വാണ്ടം ടെക്നോളജി തുടങ്ങിയവയിൽ 243.5 ബില്യൺ അഗ്രിമെൻറ്റ്സും സൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഖത്തർ എയർവേസിൻ്റെ 96 ബില്യൺ ഓർഡറാണ്. 210 ബോയിങ് എയർക്രാഫ്റ്റിനാണ് അവർ ഓർഡർ എടുത്തിട്ടുള്ളത്. അതുകൂടാതെ മറ്റ് പല സെക്ടറുകളായിട്ട് ബന്ധപ്പെട്ട് പല ഡീലുകളും അവർ സൈൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ വലിയ ഡീൽസ് തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ട്രംപിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും യുഎസിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനുള്ള ട്രംപിൻ്റെ ശ്രമങ്ങൾ സക്സസ് ആവുന്നതാണ് കാണാൻ പറ്റുന്നത്. അതുകൂടാതെ അദ്ദേഹം ദോഹയിൽ വെച്ച് പറഞ്ഞ മറ്റൊരു കാര്യം ഇന്ത്യയെ സംബന്ധിക്കുന്നതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ആപ്പിൾ റീസെൻ്റ് ആയിട്ട് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ചൈന കഴിഞ്ഞാൽ അവർക്ക് രണ്ടാമത്തെ ഒരു പ്രൊഡക്ഷൻ സൈറ്റായിട്ട് ഇന്ത്യയെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയുള്ള പ്രൊഡക്ഷൻസും വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോകൾ പറഞ്ഞതാണ്. പക്ഷേ അതിനെതിരെ ട്രംപ് ചെറിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ട്രംപ് സാധാരണ പറയുന്ന പോലെ തന്നെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ടാരിഫുകൾ ഉള്ളത്, അത് ആപ്പിളിന് നല്ലതായിരിക്കില്ല, അതുകൊണ്ട് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ മാറ്റുന്നത് ഒഴിവാക്കണം എന്നുള്ള രീതിയിലാണ് ട്രംപ് ഇന്നലെ സംസാരിച്ചത്. ആപ്പിൾ അതിന് മുതിരൊന്നും തോന്നുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിലെ SIP ക്യാൻസലേഷൻ ഓൾമോസ്റ്റ് ട്രിപ്പിൾ ആയിട്ടുണ്ട് ഏപ്രിലിൽ. പക്ഷേ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് മാർക്കറ്റ് വീണുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് SIPകൾ സ്റ്റോപ്പ് ചെയ്തായിരിക്കാം എന്നുള്ള രീതിയിലാണ്. പക്ഷേ അതല്ല ഇതിനുള്ള കാരണം. സെബി റീസെൻ്റായിട്ട് SIP ക്ലോസ് ചെയ്യുന്ന നോംസിന് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കിയിരുന്നു. അതായത് ഇപ്പോൾ ഡെയിലി SIP അല്ലെങ്കിൽ വീക്കിലി, മന്ത്ലി SIPകൾ വരെയുള്ളതിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 പ്രാവശ്യം പേയ്മെൻറ്റ് ഫെയിൽ ആയാൽ ആ SIP ക്ലോസ് ചെയ്യണം. അതുകൂടാതെ ക്വാർട്ടർലി, ബൈമന്ത്ലി ആയിട്ടുള്ള SIPകളിൽ 2 SIPകൾ ഫെയിൽ ആയാൽ ആ SIP ക്ലോസ് ചെയ്യണം എന്നുള്ള റൂൾ സെബി കൊണ്ടുവന്നിരുന്നു. ജനുവരി 2024 ഈ ഒരു സർക്കുലർ കൊണ്ടുവന്നത്. ഏപ്രിൽ മാസത്തെ ഈ ഒരു ക്ലോഷർ റേറ്റ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ SIP ക്ലോസ് ആയതിൻ്റെ എണ്ണം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ട്രിപ്പിൾ ആയിട്ടുണ്ട്. 162.3 ലക്ഷം ആയിട്ടുണ്ട്. അത് ഈ ഒരു റൂൾ വരുന്നതിന് മുമ്പ് ഇനാക്റ്റീവ് SIPയും ഇതേപോലെ ക്ലോസ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ SIPകളുടെ എണ്ണവും വളരെ വലിയ രീതിയിൽ കാണപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ റൂൾ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ SIPകളെല്ലാം വളരെ പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ക്ലോഷർ റേറ്റ് കൂടാൻ കാരണം. ഇനാക്റ്റീവ് ആയിട്ടുള്ള എല്ലാ SIPകളും ഇപ്പോൾ അവർ ക്ലോസ് ചെയ്യുകയാണ്. 2024 അവസാനത്തോടു കൂടി തന്നെ ഈ ഒരു ക്ലോഷർ പ്രോസസ്സ് തുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോഴും അത് കുറച്ചുകൂടി സ്പീഡപ്പായി. ഇനി എന്തായാലും നമുക്ക് ആക്റ്റീവ് SIPയുടെ കണക്കുകളെല്ലാം വളരെ ക്ലിയർ ആയിട്ടുള്ള അളവ് തന്നെ കിട്ടും. കാരണം അതിൽ തന്നെ ഇനാക്റ്റീവ് ആയിട്ടുള്ള SIPകൾ ഉണ്ടാവില്ല. അടുത്ത അപ്ഡേറ്റ് എയർടെലുമായി ബന്ധപ്പെട്ടാണ്. എയർടെലിലെ സ്റ്റേക്ക് ഹോൾഡറായിട്ടുള്ള സിങ്ടെൽ അവരുടെ ഷെയറിൽ നിന്ന് ഏകദേശം 1.2% സ്റ്റേക്ക് അവർ സെൽ ചെയ്തിട്ടുണ്ട്. 1.54 ബില്യൺ, അതായത് 13,152 കോടിയുടെ ഡീലാണിത്. ഒരു ഷെയറിന് മുകളിൽ 1,814 രൂപയ്ക്കാണ് അവർ വിറ്റത്. ഈ ഡീൽ ഓവർ സബ്സ്ക്രൈബ് ആയിരുന്നു. ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും ഇൻ്റർനാഷണൽ ഫണ്ടുകളിൽ നിന്നും ബിഡുകൾ ലഭിച്ചിരുന്നു. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സും ബൈ ചെയ്തിരുന്നു. ഈ ഒരു ഡീലോടുകൂടി എയർടെലിൽ സിങ്ടെലിനുള്ള ടോട്ടൽ ഷെയർ 29.5% നിന്ന് 28.3% കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവർ മേജർ ഷെയർ ഹോൾഡർ തന്നെയാണ്. എയർടെലിൻ്റെ പ്രൊമോട്ടറായിട്ടുള്ള ഭാരതി ടെലികോംസ് ലിമിറ്റഡിൽ ഇപ്പോഴും അവർക്ക് 49.44 സ്റ്റേക്ക് ഉണ്ട്. ബാക്കി വരുന്നത് മിത്തൽ ഫാമിലിയാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് നോക്കാം.
ആദ്യം നോക്കാൻ പോകുന്നത് LIC ഹൗസിംഗ് ഫിനാൻസിൻ്റെയാണ്. അവരുടെ പ്രോഫിറ്റ് 25% ഇയർ ഓൺ ഇയർ വർദ്ധിച്ച് 1368 കോടിയായിട്ടുണ്ട്. ബാഡ് ലോൺ പ്രൊവിഷൻസ് 109 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 2.86% ഇയർ ഓൺ ഇയർ കുറഞ്ഞിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പക്ഷേ അത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമും 2166 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കാൻ പോകുന്നത് ITC ഹോട്ടൽസിൻ്റെ റിസൾട്ടാണ്. അവരുടെ Q4 പ്രോഫിറ്റ് 40% ഇയർ ഓൺ ഇയർ വർദ്ധിച്ച് 258 കോടിയായിട്ടുണ്ട്. FY25 ഫുൾ ഇയർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 698 കോടിയായിരുന്നു. F&B റവന്യൂ 12% വർദ്ധിച്ചിട്ടുണ്ട്. EBITDA മാർജിൻ 40% ആയിട്ടുണ്ട്. അവർക്കിപ്പോൾ ടോട്ടൽ 140-ലധികം ഹോട്ടൽസ് ആയിട്ടുണ്ട്. 2030 കൂടി 220 ഹോട്ടലാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർ ഷെയർ ചെയ്യുക.